അസ്സലാമു നമസ്കാരം. ഇന്നൊരു ബ്രെഡ് പിസ്സയാണ് ചെയ്യുന്നത്. പിസ്സയുടെ മാവ് ഒന്നും കുഴയ്ക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പിസ്സയാണിത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെക്കാം. 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ക്യാപ്സിക്കംസ് അരിഞ്ഞതാണിത്, 3 കളറിലെ, റെഡ്, യെല്ലോ, ഗ്രീൻ. അതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള വേണമെങ്കിൽ സവാള ചേർക്കാം. അതൊന്നങ്ങ് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പാകത്തിനുള്ള ഉപ്പ്. ഒരുപാടങ്ങ് വെന്ത് പോകണ്ട, ഒരു പകുതി വെന്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ. ഒരു ടീസ്പൂൺ ഡ്രൈ ബേസൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബ്രെഡ് എടുത്തിട്ടുണ്ട്, 4-5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിസ്സ സോസ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് പിസ്സ സോസ് ബ്രെഡിൽ തേച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങി വേവിച്ചെടുത്ത ചിക്കൻ ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം വെച്ച് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിൽ മോസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ഇതോടൊപ്പം ഒരു ഞാൻ ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ. ഇതെടുത്ത് ലോ ഫ്ലെയിമിൽ ചൂടായ പാനിൽ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് പാനിൻ്റെ എല്ലാ ഭാഗത്തും ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇനി ഈ ബ്രെഡ് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ചീസൊക്കെ നല്ലതായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ പിസ്സയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണിത്. ബ്രെഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരികയും ചെയ്യും. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.